വന്നില്ലല്ലോ. വന്നിട്ടില്ല. അവിടെ ടീച്ചറിന്റെ സ്ക്രീൻ വന്നതാ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. എവിടെ പോയി? ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. എല്ലാരും സംസ്കാരം കേട്ട് ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ ടീച്ചറെ? സുന്ദരി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. മിസ് ഫുഡ് കഴിച്ചോ? എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്ന് ആരുടെയോ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. സ്കൂൾ കുട്ടികളുടെയും ടീച്ചറുടെ ഒക്കെ ഒരു സൗണ്ട് വരുന്നുണ്ട്. സ്കൂളിലാണ്. ഓക്കെ കൃപ സ്കൂളിലാണ്. ഓക്കെ സോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. ഓക്കെ യെസ് തുടങ്ങിക്കോളൂ. പ്രയാർ തുടക്കത്തിലെ സൈനി. പ്രയർ ഞാനാണ് മിസ്. ഓക്കെ നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സുഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. താങ്ക് യു. ഓക്കെ യാ then start of the day Saini. മിസ് തോട്ട്സ് പറയാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. I am Nisha. Today's thoughts. A pen can do mistakes, but a pencil cannot, because it has a good friend eraser. Only a true friend can erase your mistakes and make you perfect. ഒരു പേനയ്ക്ക് തെറ്റുകൾ ചെയ്യാൻ കഴിയും, എന്നാൽ പെൻസിലിന് അതിന് കഴിയില്ല, കാരണം അതിന് ഗുഡ് ഫ്രണ്ടായ ഇറേസർ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഒരു യഥാർത്ഥ സുഹൃത്തിന് മാത്രമേ നിങ്ങളെ തെറ്റുകൾ മായ്ക്കാനും നിങ്ങളെ പെർഫെക്റ്റ് ആക്കാനും കഴിയുള്ളൂ. ഓക്കെ ടീച്ചറെ സൈനിങ് പറയട്ടെ. Today the signing through a story. Everyone like to hear stories? Yes. Yes. Okay, let's start the story. The cap seller. On a hot summer day, a cap seller was sleeping under a tree. The monkeys playing on the tree came down. They opened the cap seller's bundle and took away the caps. The cap seller got up and saw the monkeys on the tree with the caps on their head. He shouted at the monkeys in vain. Then the clever cap seller took his cap and threw it at the monkeys. Seeing this, all the monkeys threw their caps at the cap seller. He picked up the caps and went on his way. The moral of the story: there is always an answer for every difficulty. Thank you. യാ ഓക്കെ then പിന്നെന്താണ്? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണ് എല്ലാവർക്കും? സുഖാണ് മിസ്സേ. നമ്മള് സിമ്പിൾ പ്രസന്റില് സിമ്പിൾ പ്രസന്റിരിക്കാൻ നിൽക്കാണ്. ഓക്കെ നിങ്ങൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സില് ക്യാമറ ഓൺ ചെയ്ത് സംസാരിച്ചു എന്ന് പറഞ്ഞു. അയ്യോ അതവിടെ മൊത്തം പാട്ടായോ? അങ്ങനെ പാട്ടായൊന്നുമില്ല. കുറച്ച് പേര് അറിയില്ല, അത്രേ ഉള്ളൂ. അതായത് നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്
ആരൊക്കെയാണ്? ഞാൻ ആൻസർ പറഞ്ഞു. ആതിര മിസ്, അപർണ മിസ്, ജിഷ മിസ്, ആതിര മിസ്, അപർണ മിസ്, ജിഷ മിസ്, അശ്വതി മിസ്, പിന്നെ വേറെ ഒരു അശ്വതി മിസ് എടുക്കുന്നുണ്ട്. PGയില് ജിഷ മിസ്സും അശ്വതി മിസ്സും. ഞാൻ അത് അറിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴേ മനസ്സിലായി, എല്ലാവരും അറിഞ്ഞു. എന്തോ Ma'am, today you look so gorgeous. Oh, thank you. Okay, അപ്പോ സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. Yes, ma'am. Okay, simple present ആയിരുന്നു. Next, present continuous. Okay, present continuous സ്ട്രക്ചർ ചെയ്താ subject plus present auxiliaries plus അല്ലെങ്കിൽ auxiliaries എഴുതിയാലും മതി. Okay, subject plus auxiliary plus verb ing, വെർബിന്റെ കൂടെ ing, വേണമെങ്കിൽ verb plus ing എന്ന് എഴുതാം, അല്ലെങ്കിൽ verb ing എഴുതിയാലും മതി. Subject plus auxiliary plus verb plus ing. Auxiliaries എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് auxiliaries ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ. അപ്പൊ എഴുതാം പ്രസന്റ് ടെൻസ് പ്രസന്റ് auxiliaries എന്ന് എഴുതാം. എന്നിട്ട് ഏതൊക്കെയാണ് auxiliaries എന്ന് എഴുതിയിരിക്കുക? ഈസ്, ആം, ആർ, അല്ലെങ്കിൽ ആം, ഈസ്, ആർ, അങ്ങനെ എഴുതാം. നമ്മൾ പ്രസന്റ് ടെൻസിൽ മാത്രം യൂസ് ചെയ്യുന്ന ഓക്സിലറി ആണ്. അതും പ്രസന്റ് കണ്ടിന്യൂസിൽ മാത്രം യൂസ് ചെയ്യുന്ന ഓക്സിലറി ആണ്. ഓക്കെ, ഇനി ഐയുടെ കൂടെയാണ് നമ്മൾ ഏത് ഓക്സിലറി യൂസ് ചെയ്യും? ഐയുടെ കൂടെ ആം, ഹി, ഷീ. എന്തോ ഒന്നുകൂടി പറയോ, എനിക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുകല്ലേ, പറയട്ടെ എന്നിട്ട് എഴുതുക കേട്ടോ. ക്ലാസ് കേൾക്കൂ. അതല്ലേ ഫസ്റ്റ് പറഞ്ഞില്ലേ, സബ്ജക്ട് പ്ലസ് ഓക്സിലറി പ്ലസ് വെർബ് പ്ലസ് ing. ഓക്കെ, സ്ട്രക്ചർ ഇതാണ്. സബ്ജക്ട് പ്ലസ് ഓക്സിലറി പ്ലസ് വെർബ് പ്ലസ് ing. അപ്പൊ ഫസ്റ്റ് ഓക്സിലറീസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്സിലറീസ് ആം, ഈസ്, ആർ ആണ്. ഐയുടെ കൂടെ നമ്മൾ ആം യൂസ് ചെയ്യുന്നു. Then he, she, it, everybodyയുടെ കൂടെ നമ്മൾ ഈസ് യൂസ് ചെയ്യുന്നു. He, she, it, everybody ഈസ് യൂസ് ചെയ്യുന്നു. Then you, we, യുടെ കൂടെ ആർ യൂസ് ചെയ്യുന്നു. എവരിബഡിന്റെ കൂടെ ഏതാ പറഞ്ഞ? ഈസ്. he, she, it, everybody എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി ഈസ് ആണ്. യു, വി, ദേ ആയ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഓക്സിലറി ആർ ആണ്. ഓക്കെ, ഇനി വെർബ്, എന്ത് വെർബ് ആണെങ്കിലും കൂടെ ing വേണം. റൈറ്റ് ആണെങ്കിൽ റൈറ്റിംഗ്, സിംഗ് ആണെങ്കിൽ സിംഗിങ്, പ്ലേ ആണെങ്കിൽ പ്ലേയിങ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് നമുക്ക് ing ഇപ്പോ നിർബന്ധമാണ്. ഓക്കെ, അതിനുശേഷം ഒബ്ജക്റ്റ് ഇല്ലേ ടീച്ചറെ? ശേഷം ഓബ്ജക്റ്റ്. യെസ്, ഇതിന് മലയാളം വരുന്നത് ചെയ്യുകയാണ് എന്നാണ്. ചെയ്യുകയാണ്, ചെയ്യുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റില്ലേ? ചെയ്യുകയാണ്. ആണോ? ചെയ്യുകയാണ് എന്നാണ് മീനിങ് വരാൻ. എക്സാമ്പിൾ എഴുതിക്കോളൂ. ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതുകയാണ്. എന്തെഴുതുകയാണ്? ഒരു ഒബ്ജക്റ്റ് ആണ് അല്ലെ? ഐ ആം റൈറ്റിംഗ് ഇംഗ്ലീഷ്. എന്തെഴുതാം? I am writing a letter or I am writing English notes. anything. ഒബ്ജക്റ്റ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഒബ്ജക്റ്റ് എന്ത് എഴുതിയാലും അവിടെ മിസ്റ്റേക്ക് വരുന്നില്ല.
മിസ്റ്റേക്ക് വരുന്നത് സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ആ ഒരു ഇതിലൊക്കെയാണ് മിസ്റ്റേക്ക് വരാം. ഒബ്ജക്റ്റിന് ഒരിക്കലും നമുക്ക് മിസ്റ്റേക്സ് ഒന്നും വരാറില്ല പൊതുവെ. അപ്പൊ ഐയുടെ കൂടെ നമ്മൾ ആം യൂസ് ചെയ്തു. ഇനി അവനാണെങ്കിലോ ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് വരും. ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഇനി അത് യു ആണെങ്കിൽ യു ആർ റൈറ്റിംഗ് എ ലെറ്റർ എന്ന് വരും. ഓക്കെ, എക്സാമ്പിൾ ഒക്കെ എഴുതാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതും മാത്രമല്ല നമ്മളൊരു കറന്റ്ലി ഇപ്പോ നടക്കുന്ന കാര്യം പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ്. നമ്മൾ ഇപ്പോ എന്ത് ചെയ്യാണ്? പഠിക്കണം. പഠിക്കുകയാണ്. We are studying. Yeah, we are studying. ഞാനാണെങ്കിൽ പഠിപ്പിക്കുകയാണ്. I'm teaching. അല്ലേ? ഓ, നടക്കുന്ന പ്രസന്റില് നടക്കുന്ന കാര്യം പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ്. കണ്ടിന്യൂ ചെയ്ത്, അതാണ് കണ്ടിന്യൂസ് നടക്കുന്നത്. നമ്മള് കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ, അവൻ അത് ചെയ്യുകയാണ്. നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, അതവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ പറയുന്നതാണ് അല്ലെ. അവൻ ഇപ്പൊ വായിക്കുകയാണ്, ബുക്ക് വായിക്കുകയാണ്. അപ്പൊ അവൻ നമ്മൾ നോക്കുമ്പോ വായിച്ചോണ്ടിരിക്കുകയാണെങ്കിലൊക്കെ അവൻ ബുക്ക് വായിക്കുകയാണ്. അവൻ എന്തിനാണ്? അവൻ ബുക്ക് വായിക്കുകയാണ്. കാരണം ഇപ്പൊ റീഡിങ് എ ബുക്ക് എന്ന് പറയും. അപ്പൊ കറന്റ്ലി നടക്കുന്ന ഒരു സംഭവമാണ്. മിസ്സേ മെല്ലെ പറയോ? ഓക്കെ, കാരണം എല്ലാ ക്ലാസ്സിലും ഞാൻ ഈ ടെൻഷൻ എടുത്തിട്ട് എനിക്ക് പറഞ്ഞിപ്പോ ഞാൻ തന്നെ സ്പീക്കിൽ പോവാൻ തുടങ്ങി. ഓക്കെ, സ്ലോലി പറയാട്ടോ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത് ഞാൻ? ബുക്ക് വായിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് മലയാളത്തില് നമ്മളൊരു കാര്യം ഇപ്പൊ നിങ്ങള് അപ്പൊ നമ്മളോട് ഒരാള് ചോദിക്കുകയാണ് നിങ്ങളിപ്പോ എന്ത് ചെയ്യാണ്, നിങ്ങൾ എന്ത് പറയും? മലയാളം എന്താണ് മനസ്സിലായില്ല, ഒന്ന് പറയൂ. എന്താ പറഞ്ഞ? നിങ്ങളോട് ഇപ്പൊ ഒരാള് ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യാണ്? ആൻസർ വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ്? അത് ഓക്കെ, അതൊക്കെ ഞാൻ ഉദ്ദേശിച്ചതല്ല. നിങ്ങളിപ്പോ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ആൻസർ പറയും? I am studying. We are studying English. We are studying class. I am I am writing. sleeping in the classroom. അങ്ങനെ പറയാൻ പറ്റില്ലേ? അത് കണ്ടിന്യൂസ് അല്ലേ? പറയാം. ഇപ്പൊ ഉറങ്ങുകയാണെങ്കിൽ പറയാം. ഇപ്പൊ ഉറങ്ങുന്നില്ല, ഞാൻ ഒരു സെന്റൻസ് മേക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. മനസ്സിലായി. അപ്പൊ ആ ടൈമിൽ എന്താണോ ചെയ്യുന്നത്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ ആ കാര്യം പറയുമ്പോ നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ കൂടെ ING ചേർക്കണം. She is helping her mother. കറക്റ്റ്. അപ്പൊ എക്സാമ്പിൾ ഒക്കെ മേക്ക് ചെയ്യും. She is cutting vegetables. Yes, okay. Examples പറയൂ. എഴുതുന്ന തിരക്കിലാണ്, അതുകൊണ്ടാണ് ആരും എക്സാമ്പിൾ പറയാത്തത്. അല്ലേ? അതെ, സത്യമാണ്. They are watching film. Yeah, we are watching film. We are listening to English class and writing notes. She is writing a story. Yeah, text ചെയ്യുക. എല്ലാവരും text ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. I'm watching TV. Yes. ഞാൻ ടി.വി സിനിമ കാണുകയാണ്. എന്നെങ്ങനെയാ പറയാ? ഞാൻ ടി.വിയിൽ സിനിമ കാണുകയാണ്. പേജ് നമ്പർ ഒന്നും ഇല്ലാട്ടോ. I am watching film in the TV. I watching movie in. മിസ് തെറ്റുണ്ടെങ്കിൽ പറയണം കേട്ടോ. തെറ്റാണല്ലോ. താങ്ക് യു. ഒന്നുകൂടി പറയൂ. മലയാളം വാക്ക് ഒന്നുകൂടി പറയൂ. ഞാൻ ടി.വിയിൽ സിനിമ കാണുകയാണ്. I am watching. I am watching TV on cinema. I am watching the movie. I am watching movie in the television. I am watching the movie in television. അത് ശരിയല്ലേ മാം?
സിനിമ തന്നെ പറയണം. ഐ എം വാച്ചിങ് സിനിമ ഇൻ ദ ടെലിവിഷൻ. അതെ, ഞാൻ പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ടല്ലേ ടെൻസിലേക്ക് വന്നേ. ഓൺ ഇന്നല്ല ഓണാണോ അവര്? Yes. I'm watching a movie on TV. അതാ ഞാൻ ഞാൻ ഇന്ന് പറഞ്ഞു അല്ലേ? പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ. പ്രപ്പോസിഷൻ പഠിക്കണം കേട്ടോ. ഓക്കെ. ഉണ്ണി യൂസ് ചെയ്തു അല്ലേ? അത് ഭയങ്കര തെറ്റായി പോയി. എന്തിനാണ് ഇന്ന ഓണാണ്. അത് സ്ഥിരമായിട്ട് ഞങ്ങൾ ഇന്ന് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഫീൽ ആയി. നമ്മള് മീഡിയാസ് വരുമ്പോ എല്ലാം ഓണാണ് കേട്ടോ. Okay, the teacher is teaching tense. Tense സ്പെല്ലിംഗ് കറക്റ്റ് ആണോ? ആ ടെൻസ് വേറെയാണ്. ഓക്കെ, എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യൂ. പ്രസന്റ് കണ്ടിന്യൂസ് വെച്ചിട്ട് ഇഷ്ടം പോലെ പറയാലോ. ഒരുപാട് കാര്യങ്ങൾ പറയാം. They are walking on the road. തെറ്റാണോ മിസ്സേ? തെറ്റല്ല, കുഴപ്പമില്ല. They are walking. Me and my brother going to park. Okay. Then I'm cooking food with my husband. Okay. Everybody is dancing എന്ന് പറയും സർ. Everybody is dancing. Everybody is dancing. പറയാം. ഓൺ ദ സ്റ്റേജ് എന്ന് യൂസ് ചെയ്യാൻ പറ്റും അവിടെ? ഓൺ ദ സ്റ്റേജ് ആണോ ഇൻ ദ സ്റ്റേജ് ആണോ? ഓൺ ദ സ്റ്റേജ് അല്ലെങ്കിൽ ഓൺ ദ സ്റ്റേജ് ആണ് പറയാം. The kids are playing outside. Okay. The kids are playing outside. Yeah. Then We are planning a surprise party. we are planning surprise party. I'm teaching in the classroom. Yeah. I am cooking idli for breakfast. Okay. The sun is shining. Yeah. Then കഴിഞ്ഞോ? കൊറേ ഉണ്ട്, ചെറിയ ചെറിയ വാക്കുകളൊക്കെ കൊറേ ഉണ്ടാക്കാം. ഒരുപാട് ടെൻസ് വെച്ചിട്ട് ഒരുപാട് പറയാൻ പറ്റുന്നു. എല്ലാ കാര്യങ്ങളും പറയാം. She is working on a new project. Okay. I am watering my gardens. Watering. ഉദ്ദേശിച്ചത് മനസ്സിലായി, കുഴപ്പമില്ല. They are listening to music. She is making a alphabet song. Yeah. She is drinking water. Okay. We are waiting for the bus. They are traveling to Paris this week. Yeah. കഴിഞ്ഞു. എങ്ങനെയുണ്ട്? പറയൂ. സിൻസ് യൂസ് ചെയ്തിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ നോക്കിയത്. സെൻസ് യൂസ് ചെയ്തിട്ട് ഇവിടെ പറയാൻ പറ്റില്ല കേട്ടോ. ലാസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ലേ നമ്മൾ ഒബ്ജക്റ്റില്? പറ്റുമല്ലോ. പറയൂ. സിൻസ് വെച്ചിട്ട് എങ്ങനെയാ പറയാ? ഞാൻ രാവിലെ മുതൽ ഇത് പറയും. He is studying since early in the morning. അങ്ങനെ പറയാൻ പറ്റില്ലേ? രാവിലെ മുതൽ പഠിക്കുകയാണ് എന്നാണ് നമ്മൾ പറയാ. പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയാ. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയാൻ പറ്റില്ലേ? അത് വേറെ ടെൻസ് വരും. He is telling lie എന്ന് പറയാൻ പറ്റാ? പറയാണ്.
She's buying milk for her cat. Yes. She Okay. is learning to English. She's She is learning to English. learning to English. Learning English. Okay. Okay. Set ആണപ്പോ. Clear ആണല്ലോ? Yes. Notes എല്ലാം complete അല്ലേ? My husband is starting a new business. Yeah, correct. Okay. We are cleaning the house. We are cleaning the house. Yeah. I'm drinking My coffee. class teacher is teaching for me English. My class teacher is teaching English for me. Okay. Then We are watching TV. They are watching TV. I am watching TV. you are watching TV. Okay, കഴിഞ്ഞോ? I am suffering from stomachache. Oh. സെവൻസിന് വേണ്ടി പറഞ്ഞാണോ അല്ലെങ്കിൽ ആണോ? ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാ. എക്സാമ്പിൾ ആണ്. ഇനി നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആയില്ലേ? We are learning English. We are learning English. ഇംഗ്ലീഷ്. പ്രസന്റ് കണ്ടിന്യൂസിന് നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് അല്ലേ? ആണോ? അതെ അതെ. കംപ്ലീറ്റ് ആണ്. ഓക്കെ, അടുത്ത ടെൻസിലേക്ക് പോവാന്നല്ലേ? Yes, miss. യെസ്, നമുക്ക് പ്രസന്റ് ടെൻസ് ഇന്ന് കംപ്ലീറ്റ് ആക്കാം. നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ്. എഴുതിക്കോളൂ, പ്രസന്റ് പെർഫെക്റ്റ്. I'm standing in this line since morning. I'm standing in this line. രാവിലെ മുതൽ ഇവിടെ നിൽക്കാണ്. അത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പ്രസന്റ് പെർഫെക്റ്റ് സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാവ് പ്ലസ് V3. സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാവ് പ്ലസ് V3. ഇതാണ് സ്ട്രക്ചർ. മിസ് ഒന്നും കൂടെ. സബ്ജക്ട് പ്ലസ് has or have അല്ലെങ്കിൽ has or have plus V3. വെർബിന്റെ തേർഡ് ഫോം ആയിരിക്കണം വരാൻ. സബ്ജക്ട് പ്ലസ് has or have plus V3. ഓക്കെ, മലയാളം വരുന്നത് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് എന്നാണ് മലയാളം വരാം. ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഇവിടെ എഴുതിക്കോളൂ, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണ് വരും. ഒന്നുകൂടെ പറഞ്ഞ മിസ്സേ. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസ്, അതായത് സിംഗുലർ സബ്ജക്റ്റിന് ഏതാ ഒരു ഹൈഫൻ ഇട്ടിട്ട് ഹാസ് എഴുതിയിരിക്കുക. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യാം. ഹാവ്. ഓക്കെ, V3 എന്ന് പറയുമ്പോ വെർബിന്റെ തേർഡ് ഫോം ആണ്. റൈറ്റ്, റോട്ട്, റിട്ടേൺ. ഇതിലെ തേർഡ് ഫോം ഏതാണ്? Return. റിട്ടേൺ ആണ്. യെസ്, അപ്പൊ റിട്ടേൺ ആണ് വരാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ he has returned എന്ന് പറയും. he has returned. സബ്ജക്റ്റ് എന്ത് വരുന്നത് ഇതാട്ടോ,
ലെറ്റർ ആണ് ഏത്? He has written a letter. മീനിങ് എന്താ ടീച്ചർ അതിന്റെ? മീനിങ് പറയാം കേട്ടോ. അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. അപ്പൊ സിംഗുലറിന്റെ കൂടെയും പ്ലൂറലിന്റെ കൂടെയും നമ്മൾ യൂസ് ചെയ്തു. സിംഗുലർ ആണെങ്കിൽ നമ്മളിവിടെ V3 കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റും കൂടി വേണ്ടേ? അപ്പൊ സെന്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. യെസ്, ഒബ്ജക്റ്റ് നിർബന്ധമാണ്. ഒബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഒബ്ജക്റ്റ് വേണം. ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റ് വേണം. ഓക്കെ, അപ്പോ ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ, ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ എന്ന് പറയാം. രണ്ടും സെയിം മീനിങ് ആണ്. ഹാവും ഹാസും യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ മീനിങ്ങിന് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ അതല്ല, മീനിങ്ങിന് വ്യത്യാസം വരുന്നില്ല. അവിടെ സിംഗുലർ ആയതുകൊണ്ട് ഹാസും പ്ലൂറൽ ആയതുകൊണ്ട് ഹാവും യൂസ് ചെയ്തു എന്നുള്ളൂ. ഓക്കെ, ഇനി മീനിങ് വരുന്നത് ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ എന്ന് പറഞ്ഞാൽ അവൻ ലെറ്റർ എഴുതിയിട്ടുണ്ട് എന്നാണ് മീനിങ്. അവൻ ലെറ്റർ പാസ്റ്റ് അല്ലേ? അപ്പൊ ഇത് പാസ്റ്റ് ആയിട്ട് തോന്നും അല്ലേ? പക്ഷെ പാസ്റ്റ് അല്ല. പക്ഷെ പാസ്റ്റ് അല്ല, പ്രസന്റിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഓക്കെ, പ്രസന്റില് നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുള്ള വർക്കിനെയാണ് ഇത് പറയുന്നത് അല്ലെ? ഇപ്പൊ ഫിനിഷ് ആക്കിയതായിരിക്കും, അല്ലാതെ ഒരുപാട് കാലം മുമ്പായിരിക്കില്ല. ജസ്റ്റ് ഇപ്പൊ ഫിനിഷ് ആക്കിയ കാര്യത്തിനായിരിക്കും. ഇപ്പൊ നിങ്ങൾ ചോദിക്കാം, ഒരു ക്ലാസ്സിലാണെങ്കിൽ ഇപ്പൊ ടീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പൊ അവൻ എഴുതി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയണ പോലെ അല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പ്രസന്റ് കണ്ടിന്യൂസ് നിങ്ങളുടെ നോട്ട് കംപ്ലീറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ എങ്ങനെയാ പറയാ ഇംഗ്ലീഷില്? ഈ ടെൻസ് വെച്ചിട്ട് എങ്ങനെ പറയും? ഐ ഹാവ് കംപ്ലീറ്റഡ് ലെറ്റർ എന്ന് പറയും. I have complete notebook. Yeah, I have complete completed notebook. my notes. English notes. നോട്ട് തന്നെ ഞാൻ പറഞ്ഞത് മാറിപ്പോയി. പക്ഷെ അത് കംപ്ലീറ്റിന്റെ V3യും കംപ്ലീറ്റഡ് എന്നല്ലേ? കംപ്ലീറ്റഡ് പറയണം. ഹാസും ഹാവിനും ശേഷം വരുന്ന അതായത് വെർബ് എപ്പോഴും തേർഡ് ഫോം ആയിരിക്കണം. ഇത് നിർബന്ധമാണ്, റൂളാണ്. അത് തെറ്റിക്കരുത്. ഓക്കെ, ഹാസിനും ഹാവിനും ശേഷം വരുന്ന വെർബ് തേർഡ് ഫോം ആയിരിക്കണം. അത് പറയുന്നത് ഒരു പ്രവൃത്തി അവിടെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ആ വെർബ് തേർഡ് ഫോം വരുന്നത്. ഓക്കെ, ഇപ്പോ വിനീത ഹി ഹാസ് ഗോൺ ടു ദ ലൈബ്രറി എന്ന് പറഞ്ഞാൽ അവൻ ലൈബ്രറിയിൽ പോയിട്ടുണ്ട് എന്നാണ് മീനിങ് വരാം. ഓക്കെ, ഒരു പ്രവൃത്തി ഫിനിഷ് ചെയ്തു, അതുകൊണ്ടാണ് പോയിട്ടുണ്ട് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമുക്ക് അവന്റെ പോകുകയാണ് എന്ന് പറഞ്ഞെങ്കിൽ ഹിസ് ഗോയിങ് ടു ദ ലൈബ്രറി എന്ന് പറയാം അല്ലെ? നമ്മൾ പോകുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ പോകുകയാണെന്ന് പറയുമ്പോൾ ഹിസ് ഗോയിങ് ടു ദ ലൈബ്രറി. സോ അവൻ ഇവിടെ പോയിട്ടുണ്ട്. നമ്മൾ മലയാളത്തിലാണെങ്കിൽ അങ്ങനെയല്ലേ പറയാം അല്ലെ? അതുപോലെ തന്നെ ഇംഗ്ലീഷും അവൻ ലൈബ്രറിയിൽ പോകുകയാണ്, അവൻ ലൈബ്രറിയിൽ പോകുന്നു എന്ന് പറയുന്നതും അവൻ ലൈബ്രറിയിൽ പോകുകയാണ് എന്നും അവൻ ലൈബ്രറിയിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്ന ഈ മൂന്ന് മലയാളവും ഡിഫറെന്റ് ആണ്. ശരിയല്ലേ? അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും. ഇംഗ്ലീഷിലും അവൻ ലൈബ്രറിയിൽ പോകുന്നു എന്ന് പറയുമ്പോൾ he goes to library എന്ന് പറയണം. ലൈബ്രറിയിൽ പോകുകയാണ്, he is going to the library. അവൻ ലൈബ്രറിയിൽ പോയിട്ടുണ്ട്, he has gone to the library. ഓക്കെ, കിട്ടിയോ? മിസ് ഇവിടെ അതൊന്ന് എഴുതി വെക്കട്ടെ, ഒന്ന് പറയാമോ? ആ ഒരു ഫോം നമ്മൾ പഠിച്ചു വെച്ചാൽ പിന്നെ എല്ലാ കുറെ മേക്കിംഗ് ചെയ്യാൻ പറ്റുമല്ലോ. ഒരു പ്രാവശ്യം കൂടി പറയോ? ഇവിടെ ഐ ഹാവ് റിട്ടൺ അതിന്റെ പ്ലൂറൽ സബ്ജക്റ്റ് ആവുമ്പോഴല്ലേ ഹാവ് വരിക ശരിക്കും? ഇപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങള് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചാണ്, ലഞ്ച് കഴിച്ചോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ ഞാൻ കഴിച്ചു എന്ന് പറയണം. അത് തൊട്ട് മുൻപ് കഴിച്ചാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ ഹാവ് മൈ ലഞ്ച് എന്ന് പറയാം അല്ലെ? ഞാനത് ഇപ്പോ നിങ്ങളോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കുറച്ചു നേരം മുൻപ് കഴിഞ്ഞ കാര്യമാണ്, ഫാസ്റ്റ് ആണത്. മീൻസ് ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. തൊട്ട് മുൻപ് കഴിഞ്ഞ കാര്യം, അതായത് ഇപ്പോ ലഞ്ച് ഇപ്പൊ പറയുകയാണെങ്കിൽ ലഞ്ച് കഴിച്ചു, അതിന് തൊട്ട് മുൻപ് കഴിഞ്ഞാണ്, പ്രസന്റ് ആയിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. ഓക്കെ,
തൊട്ട് മുൻപുള്ള കാര്യം പ്രസന്റില് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ആണ് ആയിരിക്കണം. ഓക്കെ, അതിൽ മലയാളം ഇങ്ങനെയാണ് വരാം. ഞാൻ അത് ചെയ്തിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നല്ല, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഞാൻ അവനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നതും ഞാൻ അവനെ കണ്ടു എന്ന് പറയുന്നത് വ്യത്യാസമാണ് അല്ലെ? മലയാളത്തിലെ വ്യത്യാസം അല്ലേ? അതെ. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ആയോ? പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞപ്പോ കുറച്ച് ഡൗട്ട് പോലെ അങ്ങനെ ഉണ്ട്. കാരണം അത് കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ ശരിയാവുള്ളൂ. ഓക്കെ, അതായത് ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് പഠിച്ചു വെക്കാം. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണെന്ന് പഠിക്കാം. യൂസ് ചെയ്യേണ്ട വെർബ് തേർഡ് ഫോം ആണെന്ന് പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ബാക്കി ഞാൻ പറഞ്ഞുതരാം. മലയാളം, ഞാൻ പറയുന്ന മലയാളം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. പറയൂ, ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് സബ്ജക്ട് ഏതാണെന്ന് നോക്കാം. ഐയുടെ കൂടെ ഏത് ആരാ ഹൗസിലേക്ക് പോയത്? അവന്റെ. ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അവന്റെ വീട്ടിലാണ്. His house. I have gone his house. I have visited his house. I have gone to his പോയിട്ട് എന്നല്ലേ, പോകുക എന്നുള്ളതിന് ഗോ എന്നല്ലേ? വെർബ് നോക്കണോട്ടോ. പോകുക എന്നാ ഞാൻ പറഞ്ഞത്. ഗോൺ എന്നല്ലേ വരിക? വിസിറ്റ് സന്ദർശിക്കുക. I have gone his house. I have gone to his house. അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ടു യൂസ് ചെയ്യണോ ടീച്ചർ അവിടെ? To use ചെയ്യണം. To his I have house. gone to. To his. നിങ്ങൾ എവിടേക്കാണോ, ഏത് സ്ഥലത്തേക്കാണോ, ഏത് ഡെസ്റ്റിനേഷനിലേക്കാണോ പോകുന്നത് എന്ന് കാണിക്കാൻ അവിടെ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോ ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. I have gone to his house എന്ന് പറയാം. ഞാൻ അവനെ കണ്ടിട്ടുണ്ട് എന്നങ്ങനെ പറയും. I have seen him. I have seen him. കാണുക, കാണുക എന്നുള്ളത് സി ആണ്. സീന്റെ തേർഡ് ഫോം എടുക്കണം. സീ സോ സീ, സീനാണ്. Seen. അപ്പോ I have seen him, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. I have seen him. ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. I eaten biryani. ഫാസ്റ്റാണത്. I have eaten biryani. I have eaten biryani എന്ന് പറയാം. Then അടുത്ത എക്സാമ്പിൾ എന്താ? ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. I have done my homework. I have done my homework. I have Done my homework. Done I ആണോ? have done my homework. I have done my homework. ഇപ്പൊ കിട്ടിയല്ലോ. Yes. ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്. എങ്ങനെ പറയൂ ടീച്ചറെ? എന്തോ? ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്. ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്. എങ്ങനെയാ പറയാ? സബ്ജക്ട് എടുക്കുക, അതിലേതാണ് സബ്ജക്ട് നോക്കുക. I have gone to mosque. Mosque also. I reached ആണോ? പോയിട്ടുണ്ട്. പോയിട്ടുണ്ടെന്നാണോ? അല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ gone ആണ്. I have gone to church or I have gone to mosque. Okay? I have gone to church. Church or mosque. മോസ്കിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്ടോ? ഞാന് താജ്മഹൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ I have seen Taj Mahal. have seen Taj Mahal. സീന. ഓ ഞാൻ താജ്മഹൽ കണ്ടിട്ടുണ്ട്. ആ സെന്റൻസ് മലയാളം സെന്റൻസ് എടുക്കുക. മലയാളം സെന്റൻസില് സബ്ജക്ട് ആരാണ്?
ഞാനാണ്. അത് കഴിഞ്ഞ് വരുന്ന വെർബ്. വെർബ് എന്താണ്? മലയാളം എന്താ പറഞ്ഞ സെന്റൻസ്? മലയാളമാണ്. വെർബ് എന്താണ്? കാണുക എന്നാണ് വെർബ്, അല്ലെ? കാണുക എന്നാണെന്ന് ഇംഗ്ലീഷ് എടുക്കാം. സി ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് നമുക്ക് വേണ്ടത് ഏതാണ്? V3 ആണ്. സീന് പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ നമുക്കറിയില്ല. കുറച്ച് സീനൊക്കെ അല്ല സോറി കുറച്ച് V3 ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഇത് ഞാൻ പുറകെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ നോട്ട്സ് നമുക്ക് എഴുതാം. പ്രസന്റ് ടെൻസ് കഴിയുമ്പോ കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതിയത് പാസ്റ്റിലൊക്കെ പോവാം. ഓക്കെ. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ഏകദേശം ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ടെൻസിലേക്ക് പോയാലോ? ഇത് 4 കൂടെ നമുക്ക് പിന്നെ കുറെ മലയാളം വെച്ചിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ. നെക്സ്റ്റ് എഴുതാം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിൽ സ്ട്രക്ചർ ടീച്ചറെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ക്ലാസ്സിൽ കുറച്ച് എക്സാമ്പിളൊക്കെ ഉണ്ടായിരുന്നല്ലോ, കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, എഴുതിയിട്ടുണ്ടായിരുന്നു. പ്രശ്നം ഇല്ല അതിന്റെ ഒന്നും. പ്രസന്റ് പെർഫെക്റ്റിന്റെയും കണ്ടിന്യൂസിനൊന്നും ടീച്ചർ മേക്ക് ചെയ്തതില്ലേ ചോദിക്കുക. എക്സാമ്പിൾസ് ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം കുറെ പറഞ്ഞില്ലേ, അപ്പൊ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. സിമ്പിൾ പ്രസന്റിലൊക്കെ പറഞ്ഞപ്പോഴേ മനസ്സിലാക്കി തരാം. ഈ ടെൻസ് കൂടെ എഴുതിക്കോ. ഇതെല്ലാം കണക്റ്റഡ് ആണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ. അതിനുശേഷം ഞാൻ മൊത്തം ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ ടീച്ചർ. ഇതും കൂടെ എഴുതൂ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ing. ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കി എഴുതാം. ഓക്കെ. ഇത് മലയാളം വരുന്നത് നേരത്തെ സഫിയ ചോദിച്ച മലയാളമാണ്. ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാര്യം. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് പ്രപ്പോസിഷന്റെ ആവശ്യം. അതായത് രാവിലെ മുതൽ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ടെൻസ് ആണ്. ഇത് പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. കേട്ടോ. പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്താണ് നമ്മൾ പറയാം. ഇത് ടെക്സ്റ്റില് ഏത് പേജിലാണെന്ന് പറഞ്ഞുതരൂ? ടെക്സ്റ്റ് ഇല്ലേ ഇത്? ഞാൻ കൊറേ നേരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു നോക്കണം, പക്ഷെ ഇത് ടെക്സ്റ്റ് കാണില്ല. ടെക്സ്റ്റ് ഇല്ല കേട്ടോ. ടെക്സ്റ്റ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. മാക്സിമം നിങ്ങൾ നോട്ട് എഴുതിയെടുക്കാൻ നോക്കാം. ഓക്കെ. അപ്പൊ എഴുതി കഴിഞ്ഞോ? പറഞ്ഞു എഴുതിയോ? ഒന്നുകൂടെ പറയാം മിസ്. പാസ്റ്റിൽ തുടങ്ങിയ പ്രവൃത്തി പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയാൻ നമ്മള് ഈ ടെൻസ് ആണ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ing. മലയാളം വരുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്.
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയോ? കഴിഞ്ഞോ? പാസ്റ്റിൽ തുടങ്ങിയ പ്രവൃത്തി പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതായത് നിങ്ങള് രാവിലെ മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം. അതായത് രാവിലെ തുടങ്ങിയ കുക്കിംഗ് ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? I have been cooking in the morning. അതോ early. ഞാൻ പറയാം. അതായത് ഇപ്പോ രാവിലെ എന്ന് പറയുമ്പോ പാസ്റ്റ് ആണ് അല്ലെ? പാസ്റ്റ് ആണ്. അപ്പൊ രാവിലെ കുക്കിംഗ് പോരെ മിസ്സേ? രാവിലെ മുതൽ since morning. ഞാൻ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇതൊന്ന് ഞാൻ പറയട്ടെ, എന്നിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും കേട്ടോ. അതായത് രാവിലെ മുതൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി ആ ടൈമിൽ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് വെച്ചിട്ട് പറയാം. ഓക്കെ, ഐ ഹാവ് ഡൺ മൈ എന്താണ് ഐ ഹാവ് ഡൺ മൈ വർക്ക്സ് എന്ന് പറയാം. ഞാനിപ്പോ കംപ്ലീറ്റ് ചെയ്തു. I have done my cooking or I have done my works എന്നോ എന്തുവേണമെങ്കിലും പറയാം. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ അവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി നിങ്ങളുടെ രാവിലെ തുടങ്ങിയ പണി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ നിമിഷം വരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിലാണെങ്കിൽ നമുക്ക് പറയണ്ടേ, ഞാൻ രാവിലെ മുതൽ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മലയാളത്തിൽ എങ്ങനെയാണ് പറയുന്നത് അല്ലെ? അല്ലാതെ ഞാൻ രാവിലെ I have been I have been cooking since morning. I have been cooking since morning. ഞാൻ രാവിലെ മുതൽ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I have been cooking since morning എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? സഫിയ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. B1 തന്നെയല്ലേ ഇവിടെ യൂസ് ചെയ്യണത്? അതിന്റെ കൂടെ ING അല്ലേ? അതെ, ഇവന്റെ കൂടെ മീൻ ചെയ്യും. ഓക്കെ, അപ്പോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോ ക്ലാസ് നിങ്ങൾക്ക് രാവിലെ തുടങ്ങിയ ക്ലാസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട, നിങ്ങൾ ഇങ്ങനെ പറയും. ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കാൻ ഇപ്പൊ എത്ര നാളായിരുന്നു? പറയൂ. കുറച്ച് മാസങ്ങളായി. പക്ഷെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? എന്ന് പറയാം. കുറച്ച് മാസങ്ങളായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. I have been studying എന്താ പഠിക്കുന്നത്? ഇംഗ്ലീഷ്. കുറച്ച് മാസങ്ങളായി. ING ലാസ്റ്റ് വരണ്ടേ? studying വന്നില്ലേ? Studying English since months. I have been studying English during ആയിട്ട് കുറച്ച് മാസം ആയിട്ട്. for you say. For some months. For few months പറയാം. For few months. I been studying English for few months. അല്ലെങ്കിൽ കറക്റ്റ് മാസം എന്ന് അറിയാമെങ്കിൽ ഓക്കെ, for 3 months 2 months എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ക്ലിയർ ആണോ? മിസ് ഒന്നുകൂടി പറയും. I have been studying English for few months. few months എന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങളായിട്ട്. ഇനി കറക്റ്റ് മാസം അറിയാമെങ്കിൽ 3 months 2 months 4 months. അപ്പോ മീനിങ് വരുന്നത് 3 മാസമായിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
പാസ്റ്റ് തുടങ്ങിയ പ്രവൃത്തിയാണ്, പക്ഷെ നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോ അങ്ങനെ ഒരു പ്രവൃത്തി അതിന്റെ നെഗറ്റീവ് വരുമ്പോഴോ മാം? മിസ് ഞാൻ ഇതുവരെ വിചാരിച്ചത് എന്താ അറിയോ, ഈ ING സ്റ്റോപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. ING സ്റ്റോപ്പ് ചെയ്യണമെന്നോ? അപ്പൊ ഒബ്ജക്റ്റ് വേണ്ടേ, എന്താ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ വേണ്ടേ? അല്ല, നമ്മൾ സ്റ്റഡിയും കഴിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷ് ഫോർ ഫ്യൂ മന്ത്സ് എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ വിചാരിച്ചത് ഈ ING ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണമെന്ന്, സ്റ്റോപ്പ് ചെയ്യണത് ING ആവണമെന്ന്. ഇല്ല, അങ്ങനെയല്ല കേട്ടോ. നമ്മള് വെർബാണ് മെയിൻ ആയിട്ട്, നമ്മള് സബ്ജക്റ്റും വെർബുമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഒബ്ജക്റ്റും കൂടി ഉണ്ട് കേട്ടാ, പ്ലസ് ഒബ്ജക്റ്റ് എഴുതി വെച്ചോ, അപ്പൊ ഓർമ്മയുണ്ടാവും. എന്നാലും എന്ത് സെന്റൻസ് പറയുമ്പോഴും ഒബ്ജക്റ്റ് നമ്മൾ കൂട്ടി പറയണം, എന്നാൽ മാത്രമേ നമുക്ക് സെന്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷെ ടെൻസിൽ വരുമ്പോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വെർബും സബ്ജക്റ്റും ആണ്. അതുകൊണ്ടാണ് നമ്മൾ എഴുതിയില്ലേ, സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് എന്നും കൂടെ എഴുതി വെച്ചോ. അപ്പൊ പിന്നെ മറക്കില്ല, ലാസ്റ്റ് ING ആണോ എന്നുള്ള കൺഫ്യൂഷൻ മാറി കിട്ടും. ഓക്കെ ഓക്കെ, താങ്ക് യു. അത് എഴുതി വെച്ചാണ്. ഒബ്ജക്റ്റ് മാത്രമല്ലാണ്ട് വരാം. ഒബ്ജക്റ്റ് വരും, പ്രൊപ്പോസിഷൻ വരും, ഒരുപാട് കാര്യങ്ങൾ വരും, ബാക്കി അങ്ങോട്ട് വരും. ഓക്കെ, ഐ ഹാവ് ബീൻ സ്റ്റഡി ഇംഗ്ലീഷ്, അത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. അപ്പൊ എത്ര മാസം ആയിട്ട് എന്ന് കാണിക്കണമെങ്കിൽ അവിടെ പ്രൊപ്പോസിഷൻ യൂസ് ചെയ്തിട്ട് മന്ത് കൂടെ പറയണം. 4 months, 3 months, മനസ്സിലായോ? അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം സെന്റൻസിൽ. മാം, ഞാൻ കുറച്ച് മാസങ്ങളായി മോണ്ടിസോറി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പറയും. അതും ഇതേപോലെ I have been studying Montessori classes for few months. Yes, ഇംഗ്ലീഷിന് പഠിച്ചു. ഓക്കെ, ഇവിടെ എന്താണെന്ന് അറിയോ, അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റഡി പറയാം, ലേണിംഗ് പറയാം. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡൂയിങ് പറയണം, ചെയ്യുകയാണ്, ഡൂയിങ്. അപ്പൊ ഒരുപാട് വെർബ്, നമുക്ക് ഒരുപാട് വേർഡ്സ് അവൈലബിൾ ആണ്. അപ്പൊ അത് നിങ്ങളത് ഈ ഡൂയിങ് എങ്ങനെ വരിക? I have been ഹോംവർക്ക് ചെയ്യുന്നതൊക്കെ ഡൂയിങ് എന്ന് പറയാൻ പറ്റില്ലേ? Doing my homework. I have been doing my homework. ഞാൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I have been doing my homework. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള അർത്ഥം അല്ലേ? ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൽ ഹാവ് ബീൻ ചേർക്കാണ്ട് സാധാരണ ഐ ആം ഡൂയിങ് ഹോംവർക്ക് എന്ന് പറഞ്ഞൂടെ? ഐ എം ഡൂയിങ് എന്ന് പറയുമ്പോൾ ഞാനിത് ചെയ്യുകയാണ് എന്നൊരു മീനിങ് വരും. പക്ഷെ പറയാം, കുഴപ്പമൊന്നുമില്ല. അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് മാത്രം. ഓക്കെ ഓക്കെ, നമ്മള് സംസാരിക്കുമ്പോ ടെൻസ് നോക്കാണ്ട് സംസാരിക്കാറുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ യൂസ് ചെയ്ത് ശരിക്കും പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ നിങ്ങള് ഇത് പഠിക്കാതെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഞങ്ങൾ കുറച്ച് മാസങ്ങളായിട്ട് മോണ്ടിസോറി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഐ എം ഡൂയിങ് മൈ മോണ്ടിസോറി കോഴ്സ് എന്ന് പറയും. നമ്മൾ സാധാരണ ഐ ഹാവ് ബീൻ എന്ന് യൂസ് ചെയ്തിട്ട് സെന്റൻസ് ഉണ്ടാക്കാറോ പറയാറൊന്നുമില്ല. നമ്മളിപ്പോ സാധാരണ സിമ്പിൾ സെന്റൻസ് അല്ലേ ഉപയോഗിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ പഠിച്ചാൽ അത് ഉപയോഗപ്പെടുത്തണം. ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ ഇങ്ങനെയാണ് പറയാം. ഇപ്പൊ മലയാളം പറയുകയാണെങ്കിൽ കറക്റ്റ് പ്രസന്റ് ടെൻസ് ഏകദേശം ഇപ്പൊ കംപ്ലീറ്റ് ആണ്. അപ്പൊ എല്ലാ ടെൻസിന്റെയും മലയാളം എടുത്തു നോക്കിയാൽ നിങ്ങള് ഫസ്റ്റ് ചെയ്യുന്നു, സെക്കൻഡ് ചെയ്യുകയാണ്, തേർഡ് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഈ 4 നമ്മൾ പഠിച്ചത്. ചെയ്യുന്നു, ചെയ്യുകയാണ്, ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് വിയും ദേയും ഒക്കെ വരുമ്പോ എങ്ങനെയാ മിസ്സേ പറയാ? വിയും ദേയും ഹാവ് തന്നെയാണ് യൂസ് ചെയ്യുക. പ്ലൂറൽ സബ്ജക്റ്റ് കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യുക. സിംഗുലർ സബ്ജക്റ്റിന്റെ ഹാസ്. പെർഫെക്റ്റ്. കണ്ടിന്യൂസിലാണെങ്കിൽ ഓക്സിലറീസ് വരും. നിങ്ങള് ക്ലാസ് കഴിയുമ്പോ നന്നായിട്ട് സ്ട്രക്ചേഴ്സും അതിന്റെ റൂൾസും എല്ലാം നന്നായിട്ട് പഠിക്കും. ഒരു മലയാളം കേട്ട് കഴിഞ്ഞാൽ അത് ഏത് ടെൻസ് ആണ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. എന്നാൽ മാത്രമേ നിങ്ങൾ ആ സ്ട്രക്ചർ പഠിച്ചത് കൊണ്ട് ഉപകാരമുള്ളൂ അല്ലെ? ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോ ആ മലയാളം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഏത് ടെൻസ് ആണെന്ന്. ഏത് ടെൻസ് ആണ്? ഞാൻ എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
പ്രസന്റ് പെർഫെക്റ്റ്. സോ അതിനുശേഷം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാലോ സിമ്പിൾ ആയിട്ട്. പറയൂ. എന്ത് പറയണം? ഞാൻ എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് കംപ്ലീറ്റഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാ. പെർഫെക്റ്റ് അല്ലേ പറയേണ്ടത്? I have completed my course. I have completed. Completed my course. I have completed my course. അറിയുള്ളൂ. I have completed my course. സിമ്പിൾ അല്ലേ? ഒന്ന് ചിന്തിക്കാണ്ട് പെട്ടെന്ന് റിപ്ലൈ കിട്ടണം. അതിനു വേണ്ടി നിങ്ങൾ പഠിക്കണം. ടീച്ചറെ ചെയ്യുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണോ ആ രീതി? ചെയ്യുന്നു, ചെയ്യുകയാണ്, ചെയ്യുകയാണ് അല്ലേ? ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഞാൻ എഴുതുന്നു. പറ. am writing. I am writing. I am ആവശ്യമില്ലല്ലോ. I write. I writing. No, I write. ഞാൻ എഴുതുന്നു. I write. ഞാൻ എഴുതുകയാണ്. I am writing. I am writing. I am writing. അല്ല. Yes, ഞാൻ എഴുതിയിട്ടുണ്ട്. I have written. I have written. I have written. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുതിക്കൊണ്ടിരിക്കുകയാണ്. I have I have been writing. I have been Writing. writing. Written അല്ലേ വരിക? Writing. writing. Yes. I have been writing അല്ലേ വരിക മിസ്സേ? അതെ, I have been writing. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ ഞാനിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. പ്രസന്റ് ടെൻസിനെ ബേസ് ചെയ്തിട്ട്. അതായത് അതില് സിമ്പിൾ പ്രസന്റ് ഉണ്ടാവും, പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ടാവും, പെർഫെക്റ്റ് ഉണ്ടാവും, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ടാവും. ഓക്കെ. ഇതെല്ലാം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഞാനൊരു മലയാളം പറയാം മാം. ഞാൻ മിസ്സിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിന്യൂസ് ആണല്ലോ. സംസാരിച്ചു I കൊണ്ടിരിക്കുകയാണ്. have been talking with Miss na. അതോ സ്പീക്കിംഗ് നോ? സ്പീക്ക് അല്ലേ വരിക? Talking or speaking? കുഴപ്പമില്ല. Talking to Talking ആണ് Miss. Talking to Miss അല്ലേ? മാത്രമേ ഉള്ളൂ. Talking to Miss. Teacher. ടോക്കിംഗ് വിത്തും യൂസ് ചെയ്യാൻ പറ്റില്ലേ? Talking to teacher അല്ലേ വരിക? Talking with teacher. Talking to teacher. Talking to ആണ്. വിത്ത് വരുമോ? ടോക്കിംഗ് വിത്ത് പറയുമ്പോ ടീച്ചറോടൊപ്പം എന്നുള്ള അർത്ഥം. ടു എന്ന് പറയുമ്പോ ടീച്ചറോട്. ഓട്. ടീച്ചറോട് കൂടി. ടു എന്നല്ല ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ടീച്ചറോട് രണ്ടും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ വലിയ മിസ്റ്റേക്ക് ഒന്നും വരില്ല. ടീച്ചറിന്റെ കൂടെ വർത്തമാനം പറയുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ടീച്ചറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ മിസ്റ്റേക്ക് ഒന്നും വരുന്നില്ല. ഓക്കെ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. ചോദിക്കാനൊക്കെ അതേപോലെ ഞാനൊരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതോ? പറയൂ. ഞാൻ എന്നുള്ളതിന് എന്താ പറയാ? I പോകുക have എന്നുള്ളതിന് എന്താ പറയാ? going to. I have been going to ഒരു സ്ഥലത്ത്. അതിനെന്താ? വൺ പ്ലേസ്. വൺ പ്ലേസ് എന്ന് പറയുന്നത് വൺ പ്ലേസ് പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഏറ്റവും നല്ലത് have been going to a place. A place. A മതി. എയും ഒരു തുല്യമാണ്. എ പ്ലേസ് മതി. എ പറഞ്ഞാലും ഒരു പ്ലേസ് എന്നല്ലേ അർത്ഥം. പിന്നെന്താ? A ആണ് നല്ലത്. Have been going to a place. ട്രാവലിംഗ് ചേർക്കാൻ പറ്റും അവിടെ? നമ്മള് പറയുന്നത് യാത്ര ചെയ്യുകയാണെന്ന് പറയണം. അപ്പൊ I have been playing cricket എന്ന് പറഞ്ഞൂടെ? I have been playing cricket. ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ പറയില്ലേ നമ്മുടെ മക്കള് അവൻ 2 മണി മുതൽ അവൻ രാവിലെ മുതൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാല് he has been playing cricket since morning. അതിന് since ടൈം കൊടുക്കാം, since 12 o'clock എന്തെങ്കിലും കൊടുക്കാം. അവൻ 3 മണിക്കൂറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 4 യൂസ് ചെയ്യും അല്ലേ? 3 hours. 3 hours. അറ്റ് യൂസ് ചെയ്യുമ്പോ ടൈം പറയുമ്പോ നമ്മുടെ ടൈമിൽ അറ്റിന്റെ ആവശ്യമില്ല കേട്ടോ. അതായത് നമ്മൾ പറയുന്നത് ആ കറക്റ്റ് ടൈം അല്ലല്ലോ പറയുന്നത്, 3 മണിക്കൂറായിട്ടെന്നല്ലേ അല്ലേ? അല്ല അവിടെ ഓക്കെ. ഇപ്പൊ നമ്മള് ചില പ്രിപ്പോസിഷനിൽ അറ്റ് യൂസ് ചെയ്യേണ്ടത് വരുമല്ലോ, അത് കറക്റ്റ് ടൈം വരില്ല. കാരണം എന്താണെന്നറിയോ, നമ്മൾ എക്സാക്ട് ടൈം പറയുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവിടെ ഒരു മുതൽ എന്ന് പറയുന്ന ഒരു വാക്ക് പറയാം അല്ലെ. 12 മണി മുതൽ എന്ന് പറയുമ്പോൾ സീൻസ് 12 o'clock എന്ന് പറഞ്ഞാൽ മതി. അവിടെ 12 o'clock എന്ന് പറയരുത്, മിസ്റ്റേക്ക് ആണ്. അതായത് അവ 2 മണി മുതൽ കളിക്കുകയാണെന്ന് പറയുമ്പോൾ he has been playing since 2 o'clock. 2 മണി മുതൽ കളിക്കുകയാണ്. അല്ലാതെ നമ്മള് 2 മണിക്ക് അവൻ കളിക്കുകയാണെന്ന് പറയോ? അല്ല, പറയില്ല. കണ്ടിന്യൂസ്ലി പറയില്ല. മണിക്ക് എന്ന് പറയുമ്പോൾ അറ്റ് 2 PM എന്ന് പറയാം. 2 മണി മുതൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊപ്പോസിഷൻ മുതൽ എന്നിട്ട് since 2 o'clock എന്ന് പറയാം. since 2 PM എന്ന് വേണമെങ്കിൽ പറയാം. 12 മണി മുതൽ 2 മണി വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ സിംഗുലറിന്റെ കൂടെ നമ്മുടെ ഹാസും പ്ലൂറലിന്റെ കൂടെ ഹാവ് ആണെന്ന് മറക്കരുത്. അത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. പെർഫെക്റ്റ്ലി മാത്രമാണ് നമ്മൾ V3 യൂസ് ചെയ്യാം. കണ്ടിന്യൂസ് എന്ന് കണ്ടാൽ അവിടെ ING ഫോം എന്തായാലും ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ട് എന്തായാലും ഉണ്ടാവും. അടുത്ത ക്ലാസ്സിൽ നല്ലോണം ക്ലിയർ ചെയ്യാം നമുക്ക് കേട്ടോ. അടുത്ത ക്ലാസ്സിലൊക്കെ നമുക്ക് വരുമ്പോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറെ മലയാളം സെന്റൻസ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, ശരി. സൈൻ ഔട്ട് ചെയ്യാം അല്ലേ? സൈൻ ഔട്ട് ചെയ്യാം. ഓക്കെ. Today sign off Safia from Palakkad. Okay, I will sing a small song for kids. Now we are all kids, no? Teacher also one kid. Okay, teacher? Yes. Think like that. Okay. How many fingers on one hand? How many fingers on one hand? How many fingers on one hand? Let's all count together. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. How many fingers on 2 hands? How many fingers on 2 hands? How many fingers on 2 hands? Let them count together. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Clap, clap, clap your hands. Clap, clap, clap your hands. Clap, clap, clap your hands. Clap your hands with me. എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്ത് നോക്കട്ടെ. ക്ലാപ്പ് ചെയ്യൂ പ്ലീസ്. വെരി ഗുഡ്. Thank you, teacher. Thank you, friends. Thank you so much. Okay, bye. See you on the next class. Okay, thank you. Okay, thank you, teacher. Thank you, Miss.